കഴിഞ്ഞു അവൻ്റെ കഥ കഴിഞ്ഞു. ആ 2 ഹിറ്റും കൂടി പറിച്ചു. ആ യെസ് കംപ്ലീറ്റഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബോസ്. ഐറ്റംസ് എല്ലാം പാക്ക്. ഇന്ന് ഡ്രാഗൺ ഫൈറ്റ് ഉള്ളതാണ്. എല്ലാ ഐറ്റംസ് എടുത്തു. ഡയമണ്ട് ആർമർ ഇല്ലാതെ ഒന്നുപോലും ബാക്കി വെക്കുന്നില്ല. ഇപ്പൊക്ക് പിന്നെ പറയാൻ പറ്റുന്ന തോന്നണില്ല. എൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഫൈനൽ എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് ഞാൻ ഡ്രാഗനെ ബീറ്റ് ചെയ്യാനാണ് പോണേ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പ്രിപ്പറേഷനൊക്കെ കണ്ടു വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. കുറേ പോഷനും കുറേ ഇതൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഞാൻ ഇതിൽ ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് 2 നോച്ചാപ്പിള് എവിടുന്ന കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാലോ. എവിടുന്നായിരിക്കും കിട്ടുക? നമ്മൾ അള്ളാക്കി എടുന്നാലും നമുക്ക് അതൊക്കെ കിട്ടി. അപ്പോൾ ഫുള്ള് സെറ്റാണ്. ഈ അയൺ ആർമറിൻ്റെ ഈ തേങ്ങയൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഇൻവെൻ്ററി സ്പേസ് ഒന്നും ഉണ്ടാവില്ല. എനിക്ക് ആർമറിനെ വേണമെന്നില്ല ഇനിയിപ്പോൾ ഡ്രാഗനെ ബീറ്റ് ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് പ്രോയാണ് ഞാൻ. പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലാന്നാണ് തോന്നണേ. ഇതായിരിക്കും എൻ്റെ ഫൈനൽ എപ്പിസോഡ് ഈ സീരീസിൻ്റെ. ഞാൻ വേൾഡ് ഡൗൺലോഡും ഇതൊന്നും കൊടുക്കാത്ത എൻ്റെ ഈ വേൾഡിലൊരു ബിൽഡൂരിയ. പിന്നെ ഇതാണ് ഈ എപ്പിസോഡാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തൊട്ട് കാണണം. അതാണ് രസം. ഫസ്റ്റ് തൊട്ട് പിന്നെ ശബ്ദമൊന്നും അത്ര പോലെ. ഫസ്റ്റ് എപ്പിസോഡിലൊന്നും അത്രയ്ക്ക് ശബ്ദമില്ല. സ്റ്റാർട്ടിങ് ആണല്ലോ, എന്നാലും നിങ്ങൾ ഫസ്റ്റ് തൊട്ട് കണ്ടാലേ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുള്ളൂ. ഞാൻ ഫസ്റ്റ് ചാവുന്നതോ അതെല്ലാം തൊട്ട് നിങ്ങൾ ഫസ്റ്റ് തൊട്ട് കണ്ടോ. റിവൈൻഡ് ചെയ്ത് കാണണം. ആദ്യം തന്നെ ഈ എപ്പിസോഡൊന്നും എടുത്ത് കാണരുത്. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞുതരാം ഡ്രാഗനെ ബീറ്റ് ചെയ്യാൻ. ഞാനൊക്കെ ഇഷ്ടംമാതിരി ബീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഡ്രാഗനെ. എനിക്ക് അത്രയ്ക്ക് സീനൊന്നുമില്ല ഡ്രാഗനൊക്കെ ചുമ്മയാണ്. ഒരു 3 ട്രൈ ഉണ്ടാക്കാം. സ്പെൽറ്റായി വരട്ടെ. ഫുഡ് കുറച്ചധികം വേണം നിങ്ങൾക്ക്. അതുണ്ടെങ്കിൽ നമുക്ക് റീജനറേഷനൊക്കെ ആവാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പോഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് റീജൻ്റെ. അല്ല, അതിനുണ്ടാക്കിയതല്ല. ഞാൻ ഇവിടെ ഏൻഷ്യൻ സിറ്റി റൈഡ് ചെയ്തപ്പോൾ കുറേ കിട്ടി. അപ്പോൾ അതെന്തായാലും ഒരു ബെസ്റ്റ് പാർട്ട് തന്നെയാണ്. നിങ്ങൾ ഏൻഷ്യൻ സിറ്റിയൊക്കെ റൈഡ് ചെയ്തിട്ട് പോകണം. ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്, പക്ഷെ അത്രയ്ക്ക് തന്നെ അടിപൊളി ലൂട്ടാണ്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യണം. എന്നിട്ട് വേണം ഇത് ഡ്രാഗൺ ഫൈറ്റിനൊക്കെ പോകാൻ. അല്ലാതെ വേൾഡ് തുടങ്ങിയതും പോകരുത്. അപ്പം ഞാൻ ഫസ്റ്റ് ടിപ്പ് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫുഡ് എടുത്തുകൊണ്ട് പോകണം. അതൊരു കാര്യമാണ്. അത് ബെസ്റ്റ് പാർട്ടാണ്. ഏൻഷ്യൻ സിറ്റി ഇത് അങ്ങനെ വല്ല സ്ട്രക്ചർ ലൂട്ട് ചെയ്യണം. അത് സെക്കൻഡ് ടിപ്പ്. ഇനി കുറച്ചും കൂടി ടിപ്സൊക്കെ ഉണ്ട്. അതൊക്കെ കുറേ ഇതൊക്കെയാണ്. ഹാക്കൊന്നല്ല, അത് നമ്മളങ്ങനെ ഓരോ ഇതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഞാൻ പോകുമ്പോൾ ഇനി പറഞ്ഞുതരാം. അപ്പോൾ ഏത് ഡയറക്ഷനിൽ പോകണേ? ഉദാഹരണം അപ്പോൾ അങ്ങടാണ് പോകേണ്ടത്. ഓക്കെ, കുറച്ചധികം ദൂരെ പോണത്. അടുത്തൊന്നും സ്പോണാവില്ല സംഭവം. പിന്നെ ഇപ്പോൾ ഇത് അടുത്ത് സ്പോണായെങ്കിൽ പിന്നെ എന്താ കാര്യം? ഇത് അടുത്തൊന്നും സ്പോണാവില്ല. അപ്പം ഞാൻ എന്തെങ്കിലും കണ്ടിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എന്തെങ്കിലും കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു തേങ്ങയും കാണാനില്ല. ഒന്നും കാണാനില്ലെന്ന് പറഞ്ഞ എന്തോക്ക് മൈൻക്രാഫ്റ്റിന് നമ്മളെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നണേ. നോക്കാം എന്തോരം ഹേബയിലേക്കാണ് നോക്ക്. പക്ഷെ അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഫുഡൊക്കെ നമ്മളുടെ എനിക്കൊരു സംശയം. അടുത്തൊരു ടിപ്പും കൂടി ആവും ഇത്. ബെഡ് റോക്കിൽ ഇതിൻ്റെ അടിയിലാണ് ഉണ്ടാവുക. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വില്ലേജിൻ്റെ അടിയിൽ തന്നെ. അപ്പോൾ ഇത് ഭയങ്കര അടുത്താലോ. ഞാനിപ്പോൾ ഒരു 100 ബ്ലോക്കൊക്കെ വന്നിട്ടുള്ളൂ വെള്ളം എടുക്കണ്ടേ. ഇവിടെ തന്നെ. അപ്പം അടുത്തൊരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു വില്ലേജിൻ്റെ അടിയിലാണ് ഇത് കാണുക, ബെഡ് റോക്കിൽ. അപ്പം ഞാൻ കുറേ ദൂരം ഇങ്ങനെ കുഴിച്ച് വന്നിട്ടുണ്ട്. ഒരു തേങ്ങയും കാണാനില്ല. സ്റ്റോൺ ബ്രിക്കല്ലേ ഇത്? അപ്പം നമുക്കത് കിട്ടി. ഇങ്ങനെയാണ് സ്റ്റോൺ ബ്രിക്ക് കണ്ടോ. അപ്പം നിങ്ങൾ അവിടേക്ക് കുഴിച്ച് വരിക. നിങ്ങൾ കുറേ അടിക്ക് പോയി ബെഡ് റോക്ക് കണ്ടിട്ടും കണ്ടില്ല വെച്ചാൽ നിങ്ങൾ വീണ്ടും വേറെ സ്ഥലത്ത് പോയിട്ടാണ് കുഴിക്കാൻ. അവിടെ അതുണ്ടാവില്ല സ്ട്രോങ് ഹോൾഡിൻ്റെ പാർട്ട്. അപ്പം എനിക്ക് കിട്ടിയത്. ഞാൻ അങ്ങോട്ടും കൂടെ ഓടി നടന്നാൽ മതി. ഇനി അത് കണ്ടുപിടിക്കാനാണ് പണി. ഞാൻ അങ്ങോട്ടും കൂടെ ഓടിയിട്ട് വല്ലതും കിട്ടിയാൽ അപ്ഡേറ്റ് ചെയ്യാം. ഒരു തേങ്ങയും കിട്ടുന്നില്ല. എന്താണ് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരു തേങ്ങയും കിട്ടാത്തത്? പക്ഷേ ഓ കിട്ടി. ഇത്രയും ഫാസ്റ്റായിട്ട് കിട്ടുന്ന ഞാൻ വിചാരിച്ചാൽ എന്തായാലും ഈ സാധനം പൊട്ടിച്ചോളയാ.
ഞാൻ പറഞ്ഞ ആളൊന്നും കിട്ടില്ല. എന്നിട്ട് എന്താ എൻ്റെ ലക്കെന്താ അങ്ങനെ? എന്നാ പിന്നെ ഇനി എല്ലാതും അങ്ങനെ പറഞ്ഞാൽ മതി. എൻ്റെ ഷിപ്പ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ കിട്ടും. കുറച്ചധികം എന്ത് വേണം? അവിടെ നാളിലാളു കുറച്ചധികം ഒന്നും വേണ്ട, നാളിലല്ലേ, അത് തന്നെ ധാരാളം. അപ്പം നമ്മളെല്ലാ പ്രിപ്പറേഷനും എടുത്തിട്ടുണ്ട്. ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഫൈറ്റ് ഈ സീരീസിൽ. ലാസ്റ്റ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഫൈറ്റ് തന്നെ. പിന്നെ കുറച്ച് ചാത്തമ്മണിയൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് അടുത്ത ടിപ്പ്. ആ ടിപ്പിന് നിങ്ങൾക്ക് കുറേ ബെഡ് വേണം. എന്നിട്ട് അത് എൻ്റർഡ്രാഗൻ്റെ അവിടെ പോയിട്ട് പൊട്ടിക്കുക. പക്ഷേ എനിക്ക് ബെഡിൻ്റെ ആവശ്യമൊന്നുമില്ല. ബെഡൊക്കെ പ്രോ തന്നെയാണ് ഞാനും. അത് മാത്രമല്ല, ഞാൻ അപ്പോൾ എന്തായാലും ചാടാൻ എന്തായാലും സമയം കളയാനില്ല. വാട്ടർ ബക്കറ്റ് എല്ലാം എടുത്തു, എൻചാൻഡ് ആപ്പിളും പിന്നെ ചാടാം. ഓ, കേജിനകത്താണ്, അത് മതി. എവിടെ ഡ്രാഗൻ എവിടെ? ആ വന്നു അവനെ പിടിച്ചലക്കാണ്ട്. എവിടെ ചെക്കൻ? ഇപ്പോൾ ഇവിടെ ഒരു കാക്ക ഉണ്ടാവും. ആ കാക്കയാണ് എൻ്റെ ഡ്രാഗൻ. വലിയൊരു കാക്കയായിരിക്കും അത്. അവൻ തുപ്പും. അവൻ ഡെബനെ വരെയാണ്, ലാമേനെ വരെയാണ്. അവനും തുപ്പും. അതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. ആദ്യം നോക്കി കേജ് ഈ സംഭവം കണ്ടോ, തകർക്കണം. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. എൻ്റെ എയിമൊക്കെ ഭയങ്കര മോശമാണ്. അത് പൊട്ടി. എൻ്റെ എയിം മോശമല്ല. അപ്പം നിങ്ങൾ അതെന്തിനാന്ന് ചോദിക്കും. അത് റീജൻ ചെയ്യാതിരിക്കാനാണ്. എല്ലാവർക്കും അറിയാം അതൊക്കെ, എന്നാലും പറയുക. ചിലവർക്ക് അറിയില്ലെങ്കിലോ. അപ്പോൾ എല്ലാം പൊട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവനെ അറ്റാക്ക് ചെയ്ത് നോക്കുക. ഇതെന്ത് തേങ്ങ? അയ്യേ, ഇപ്പോൾ പറഞ്ഞ് ആ ഒരു കാര്യം മറന്നു. നമുക്ക് മറ്റേ ഇതെടുക്കണമായിരുന്നു, കാർബോർഡ് പങ്കിന്. ശരി എന്നാ കാര്യത്തിൽ വെച്ചാൽ ഓമാരെ കണ്ണിക്ക് നോക്കിയോണ്ട് തേങ്ങ. എന്നാൽ ഓമാരത് മാറ്റിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. തേങ്ങ ഇതിപ്പോൾ എന്ത് ചെയ്യാൻ? ഓമാരെ കടിച്ചോളൂ. അപ്പോൾ എൻ്റെ എയിം അത്രയ്ക്കും പൊളിയാണ്. അത് കാരണം എല്ലാതും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പഠിപ്പിച്ചാൽ എൻ്റെ എയിമൊക്കെ. എന്തത്? കഴിഞ്ഞു അവൻ്റെ കഥ കഴിഞ്ഞു. 2 ഓക്കെ, ഇതാണ് നമ്മുടെ ബോസ്. ഞാൻ ഈ ബോസിനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ക്ലിപ്സൊക്കെ പോയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ ഇപ്പോൾ ഡ്രാഗൻ്റെ മുട്ട എടുക്കുന്ന ഭാഗം എനിക്ക് കിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇടയ്ക്കൊരു കോളൊക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഡ്രാഗനെ വീറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു കോൾ വന്നു. അപ്പോൾ ഡ്രാഗൻ്റെ മുട്ടയും കളക്ട് ചെയ്ത് നേരെ വീട്ടിൽ പോവാം. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത് നമുക്ക് അവിടെ വെക്കണം. അത് തന്നെ ഞാൻ വേറൊരു വീഡിയോ റീവിസിറ്റിങ് പറഞ്ഞൊരു വീഡിയോ അതിൽ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ വേൾഡ് ഡൗൺലോഡ് തരാം. പിന്നെ മൈൻക്രാഫ്റ്റ് ഒഫീഷ്യലായിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഒഫീഷ്യലായിട്ട്. ഓക്കെ, അപ്പോൾ ഈ സീരീസിൻ്റെ എൻഡിങ് ആണ് ഇവിടെ സ്ക്രീനൊന്ന്. ഇതായിരിക്കും തന്നെ ഈ സീരീസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ്. ഫസ്റ്റ് തൊട്ട് അപ്പോൾ എല്ലാവരും കാണുക. ഓക്കെ, ബൈ.